ഹായ് ഓൾ, PSC മെന്ററിന്റെ SCRT സീരീസിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ അർച്ചന. അപ്പോൾ നമ്മൾ SCRT സീരീസിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ നിന്ന് വിപ്ലവങ്ങൾ പഠിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമേരിക്കൻ റവല്യൂഷൻ ആണ് നമ്മൾ പഠിച്ചത്. കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് നേടാം. കഴിഞ്ഞ ക്ലാസ്സിൽ അമേരിക്കൻ വിപ്ലവം പഠിച്ച സമയത്ത് ഞാൻ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ. അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണെങ്കിൽ ആരാണ് ഇന്ത്യയിലേക്ക് വന്ന ആ നാവികൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ബോക്സിൽ വന്നു. സന്തോഷം. എന്തായിരുന്നു ഉത്തരം? വാസ്കോ ഡ ഗാമ 1498 വന്നു. അദ്ദേഹത്തിന്റെ ആ കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ. അപ്പം മുൻപ് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇതും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാം. ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അമേരിക്കൻ വിപ്ലവത്തിൽ പഠിച്ച കാര്യങ്ങളും കൂടി ഞാൻ പറയും, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. നമ്മൾ അമേരിക്കൻ വിപ്ലവം പഠിക്കുന്ന സമയത്ത് ഫ്രാൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. ഓർമ്മയുണ്ടോ? സപ്തവത്സര യുദ്ധം ഓർമ്മയുണ്ടല്ലോ അല്ലേ. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഫ്രാൻസ് തോറ്റു, അപ്പോൾ അമേരിക്കയെ സഹായിക്കാൻ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ പാരീസ് ഉടമ്പടി. അപ്പൊ നമ്മൾ അടുത്ത ഫ്രാൻസിന്റെ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോഴും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും പാർട്ട് ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു വെക്കണം. പറഞ്ഞാലോ? എന്താണ് ഒന്നാമത്തെ കാര്യം? നോക്കിയേ, എന്നായിരുന്നു അമേരിക്കൻ വിപ്ലവം? 1783 ആ ഒരു കലാശക്കൊട്ട് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി നടക്കുന്നത് അല്ലേ. എന്നാണ് ഫ്രഞ്ചിൻ്റെത്? എന്നാണ്? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 1789. എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഒരേ കാലഘട്ടമാണ്. രണ്ടും 18ാം നൂറ്റാണ്ടാണ്. 18ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യങ്ങളാണ്. ആദ്യമേ അമേരിക്കൻ വിപ്ലവം നടന്നു, പുറകെ ഫ്രഞ്ചും നടന്നു. ഇത് ആലോചിച്ച് വെക്കുക. ഒരേ നൂറ്റാണ്ടിലാണ് ആദ്യമേ അമേരിക്കൻ, അതിന്റെ പുറകെ 1789 ഫ്രഞ്ച് വിപ്ലവം. ഈ 1789 എന്തുകൊണ്ടായിരിക്കും ആദ്യമേ പറയുന്നത്? സാധാരണ അമേരിക്കൻ വിപ്ലവം പറഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് അല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? 1789 കുറച്ച് മാസങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്നാണ് നടന്നത്? മനസ്സിൽ കുറിച്ചോ? 1789. എന്താണ്? 1 കഴിഞ്ഞിട്ട് 7, 8, 9. ഫ്രഞ്ച് വിപ്ലവം 1789. ഇത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ കാര്യം? നോക്കിയേ ബോർഡിലേക്ക്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫ്രഞ്ച് വിപ്ലവകാരികൾക്ക് പ്രചോദനം നൽകിയത്. എന്താണ് ഇത് പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയത്. ഇത് മറക്കരുത്, ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് നൂറ്റാണ്ട് ഒന്നാണെന്ന് ഓർക്കുക, രണ്ടാമത് പ്രചോദനമായതും ഓർക്കുക. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? നമുക്കറിയാം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭയങ്കരമായിട്ടുള്ള ധനസഹായം ഒക്കെ നടത്തി അല്ലേ. അങ്ങനെ നടത്തി ഇവിടെ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇത് മാത്രമല്ല കാരണം, പക്ഷെ ഒരു കാരണം അതാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നൂറ്റാണ്ട്, ഈ ഒരു പ്രചോദനമായ കാര്യം, മൂന്നാമത്തേത് സാമ്പത്തിക പ്രതിസന്ധി. 1ഉം 3ഉം ഓർത്തിരിക്കുക, രണ്ടാമത്തത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കഥയിൽ നമ്മൾ ആരൊക്കെയാണ് അപ്പം ഭരിച്ചിരുന്നതെന്ന് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു സമൂഹം എന്ന് പറയും, എന്തൊക്കെയാണ് ഇവന്റ്സ്, ഏതൊക്കെയാണ് ഒരു ഡേറ്റ്. ഇത്തിരി ഫാക്ട് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, സമയം കളയരുത്. എന്താണ് ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഏത് രാജവംശമാണ് ഫ്രാൻസിനെ ഭരിച്ചിരുന്നതെന്ന് അറിയണം. അതാണ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്? ബൂർബൺ രാജവംശം. മറക്കരുത്, ഇനിയും പോകുമ്പോൾ വിപ്ലവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഏത് രാജവംശം എവിടെയാണെന്നൊന്നും ഡൗട്ട് തോന്നരുത്. ഫ്രാൻസിന്റെ എന്താണ്? ബൂർബൺ രാജവംശം. അപ്പൊ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ബൂർബൺ രാജവംശത്തിനെ കുറിച്ചാണ്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് വേഴ്സായി കൊട്ടാരത്തിനെ കുറിച്ചാണ്. എന്താണ് വേഴ്സായി കൊട്ടാരം? അന്നത്തെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന കൊട്ടാരമാണ്. അപ്പൊ അതാണ് അവിടുത്തെ അധികാര കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം വേഴ്സായി കൊട്ടാരത്തിന്റെ ഫോട്ടോ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമ്മൾ ബൂർബൺ രാജവംശം, രണ്ടാമത്തേത് വേഴ്സായി കൊട്ടാരം. പിന്നെ അന്നത്തെ രാജാക്കന്മാരെ കുറിച്ചുള്ളതാണ് പിന്നെ എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാവരും ധൂർത്തന്മാരായിരുന്നു. രാജാക്കന്മാർ മാത്രമല്ല, രാജാക്കന്മാരുടെ ഭാര്യ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വരും, ഭാര്യമാരും ഭാര്യയൊക്കെ കണക്കായിരുന്നു ഇതില്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിക്ക് അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല, അമേരിക്കയിലേക്ക് ഒരു ചെറിയൊരു പങ്ക് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്? ഭരണ ചുമതല ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ ഏറിയ പങ്കും ധൂർത്തന്മാരായിരുന്നു.
അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ പറഞ്ഞേക്കുന്നത് ബൂർബൻ രാജവംശവും വേഴ്സായി കൊട്ടാരവും. മറന്നു പോയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ആ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഫോട്ടോ ആണിത്. വേഴ്സായി കൊട്ടാരം കണ്ടോ? ഇപ്പം വേഴ്സായി കൊട്ടാരം ഒക്കെ നോക്കിയാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ ആട്ടോ. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വേഴ്സായി കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞു, പടം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 രാജാക്കന്മാരുടെ കാര്യമാണ്, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ കാര്യമാണ്. എന്തൊക്കെയാണ്? ലൂയി 14, അല്ലെങ്കിൽ ആരൊക്കെയാണ്? ലൂയി 14, 15, 16, പിന്നെ ലൂയി 16 ഭാര്യയുടെ കാര്യം പറയുന്നുണ്ട്. ഈ 4 പേരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രസ്താവനകളാണ്. ഏത് എക്സാം ആണെങ്കിലും, LDC എടുത്താലും ഡിഗ്രി ആണെങ്കിലും ചോദിച്ചിരിക്കും. അപ്പം നമ്മൾ അത് അറിഞ്ഞു തന്നെ പോവാം. LDCക്ക് ഒറ്റ മാർക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് കളയരുത്, അത് പറ്റില്ല. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കോളൂ കേട്ടോ. ആദ്യത്തേത് ലൂയി 14. ലൂയി 14. എന്താണ് ലൂയി 14 പറഞ്ഞത്? ആദ്യമായി ഓർത്തിരിക്കേണ്ടത് ലൂയി 14 അത് 2 കാര്യങ്ങൾ ഓർത്തിരുന്നത്. അദ്ദേഹം പറഞ്ഞ 2 പ്രസ്താവനകളാണ്. എന്താണ്? ഞാനാണ് രാഷ്ട്രം. ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ചിലെ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഭരണാധികാരി ആരാണത്? ലൂയി 14. എന്താണ്? ഞാനാണ് രാഷ്ട്രം. രണ്ടാമത് എന്താണ് പറഞ്ഞത്? രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വന്നൊന്നും ചോദിക്കേണ്ട, ദൈവം വരട്ടെ, അല്ലെ ദൈവം ചോദിക്കട്ടെ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ദൈവത്തിനോട് ഉത്തരം പറഞ്ഞോളാം. ദൈവത്തിന് അതായിരുന്നല്ലോ പണി. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്രയും അഹങ്കാരികളായ ഒരു രാജകുടുംബമായിരുന്നു, അതല്ല രാജവംശമായിരുന്നു അത്. ലൂയി 14 കാര്യങ്ങൾ ഇത്ര ആലോചിച്ചിരുന്നാൽ മതി. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഭരണാധികാരി ആരാണ്? ലൂയി 14. പിന്നെ ഈ ഒരു ഫ്രേസും അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസും കൂടി ഓർത്തു വെക്കാം. ഇനി നമുക്ക് ലൂയി 15 കാര്യം നോക്കാം. ലൂയി 15 കാര്യം എന്താ അറിഞ്ഞേക്കേണ്ടത്? 1, 60 കൊല്ലത്തോളം ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. 1714 മുതൽ 60 വരെ 1760 വരെ ഭരിച്ചിരുന്ന രാജാവാണ്. 2, സപ്തവത്സര യുദ്ധം നമ്മൾ പറഞ്ഞു. ആ സപ്തവത്സര യുദ്ധ സമയത്ത് ഫ്രഞ്ചിലെ അല്ലെങ്കിൽ ഫ്രാൻസിലെ ഭരണാധികാരിയാണ് ആര്? ലൂയി 15. മൂന്നാമതൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശേഷം പ്രളയം. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. എന്താണ് ലൂയി 14 പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം. അപ്പം ആദ്യത്തെ ആള് പറയുന്നു ഞാനാണ് രാഷ്ട്രം, രണ്ടാമത്തെ ആള് പറയുന്നു എനിക്ക് ശേഷം പ്രളയം. മറക്കരുത്, രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം. 14, 15. അപ്പൊ ലൂയി 15 കാര്യം ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ലൂയി 16 കാര്യം പറയാം. അതിനു മുന്നേ തന്നെ ഇതിനകത്ത് നോക്കിയേ, എന്താ ഞാൻ എഴുതിയേക്കുന്നത്? മേരി ആന്റോയിനറ്റ്. ആരാണ് മേരി ആന്റോയിനറ്റ്? ലൂയി 16 ഭാര്യയാണ്. ആരാണ്? ലൂയി 16 ഭാര്യയാണ്. ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ധൂർത്തയായിട്ടുള്ള ഒക്കെ ഒരു രാജ്ഞിയായിരുന്നു. അവർ പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള, നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ടേ ഇങ്ങനെ കേട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റിലൊക്കെ കാണുന്നതാണ്. എന്താണ്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? എന്താണ്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ, അല്ലെ കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത്. ആരാ ചോദിച്ചത്? മേരി ആന്റോയിനറ്റ്. മേരി ആന്റോയിനറ്റിനെ കുറിച്ച് എന്താ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഭയങ്കര ദൂർത്തൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരിയെ മേരി ഡെഫിസിറ്റ് എന്നും പറഞ്ഞിരുന്നു. എന്താണ്? മേരി ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്താണ്? കമ്മി. അപ്പം മേരി ഡെഫിസിറ്റ് എന്നൊരു ചെല്ലപ്പേരും കൂടി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പൊ ആലോചിക്കുക, ഇത് എവിടെയാ പറയുന്നതെന്നുള്ളത് കഥ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയും കേട്ടോ. അപ്പൊ ഇത് ഓർക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഞാൻ പറയാം. നോക്കൂ, മേരി എന്താണ്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇതിന്റെ ഒരു വേറൊരു കാര്യം കൂടി ഒന്ന് പറയാനുള്ളത് വെച്ചാൽ, റൊട്ടി പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ്. കേക്ക് ഇങ്ങനെയുള്ള പണമൊക്കെ ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറക്കിയ ഒരാളാണ് എന്താണ്? മേരി ആന്റോയിനറ്റ്. മേരി ആന്റോയിനറ്റ് ലൂയി 16 ഭാര്യയാണ്. അപ്പൊ നമുക്ക് ലൂയി 16 കുറിച്ച് പഠിക്കാം. ഫ്രഞ്ചിന്റെ സമരത്ത് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആ ഒരു വിപ്ലവ സമയത്തെ രാജാവാണ് ലൂയി 16. അപ്പൊ നമുക്ക് ആ ഒരു കഥയും കൂടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കൂടി അറിയാം. അപ്പോ ലൂയി 16 കുറിച്ച് നമുക്കറിയാം. നോക്കിയേ, എല്ലാം ബോർഡിലുണ്ട്, നമുക്ക് നോക്കി പഠിക്കാം. എന്താണ്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. 2, പൊതുശത്രുവായ
ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ 13 അമേരിക്കൻ കോളനികളെ ഫ്രാൻസ് സഹായിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞിരുന്നു അമേരിക്കൻ വിപ്ലവം ഇനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്ന്. ഒന്ന് മനസ്സിലായല്ലോ. അടുത്തത്, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫ്രാൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. എങ്ങനാ? ഭാര്യയും ഒരു സൈഡിൽ കൂടെ, പിന്നെ ഭർത്താവ് ദൂർത്ത് അനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അങ്ങനെ നല്ല രീതിയിൽ ഇവർ കഷ്ടപ്പെട്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ പാവപ്പെട്ടവർ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് പറയും, അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കഥ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം 3 രാജാക്കന്മാരെ മനസ്സിലായല്ലോ, 14, 15, 16. പിന്നെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, അതും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അന്നത്തെ ഫ്രഞ്ച് സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ പഠിച്ചു വയ്ക്കോളൂ കേട്ടോ. നോക്കി, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം ആണത്. ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് അന്നത്തെ ഫ്രഞ്ച് സമൂഹം എങ്ങനെയായിരുന്നെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് മനസ്സിലാക്കുക? 1ാമത്തെ എസ്റ്റേറ്റ്, 2ാമത്തെ എസ്റ്റേറ്റ്, 3ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് 3 എസ്റ്റേറ്റുകളാണ് കാണപ്പെട്ടിരുന്നത്. ഇന്ത്യയിലും ഉണ്ട് ചതുർവർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ ആശ്രമ സിസ്റ്റം എന്നൊക്കെ പറയുന്ന, എന്താണ്, ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷൻ ഇല്ലേ, അതേപോലെ തന്നെ ഫ്രാൻസിൽ കണ്ടിരുന്നതാണ് ഈ ഒരു ഡിവിഷൻ. 1ാമത്തെ എസ്റ്റേറ്റിൽ ആരാ ഉണ്ടായിരുന്നത്? പുരോഹിതന്മാർ. 2ാമത്തതിലോ പ്രഭുക്കന്മാർ. 3ാമത്തിലാണ് സാധാരണ ആൾക്കാർ. ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, കർഷകർ, മധ്യവർഗം, അധ്യാപകർ, ബാങ്കർമാർ, അങ്ങനെ സാധാരണ ജനങ്ങൾ. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? കോമൺസ്. നമ്മൾ കുറച്ചും കൂടി പറയുമ്പോൾ അത് പറയും. എന്താണ് അവരെ പറയാ? കോമൺസ് എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾ, കോമൺസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു 3 തട്ടാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയായിരുന്നു ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലുമൊക്കെ പരിഗണന ഉണ്ടായിരുന്നോ എന്ന് നോക്കാം. ആദ്യം ആരെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്? പുരോഹിതന്മാർ. എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. അവർക്ക് എന്താണ്? ധാരാളം ഭൂപ്രദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ടെക്സ്റ്റില് ഈ ഒരു ഭാഗത്ത് 2 നികുതികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് രണ്ടും പഠിച്ചു തന്നെ പോണം. ഇപ്പം തന്നെ പഠിച്ചു പോവുക. എന്താണ്? കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. ആര്? പുരോഹിതന്മാര് കർഷകരിൽ നിന്ന്. ഞാൻ ആദ്യമേ പറയുന്നത് പുരോഹിതന്മാരായതുകൊണ്ട് തന്നെ അത് ആലോചിച്ച് വെക്കുക എന്നാണ്. തിഥേ ആലോചിച്ച് വെക്കുക. അവരെന്താ ചെയ്യുക? പുരോഹിതന്മാര് കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത ആ ഒരു നികുതിയുടെ പേരെന്താണ്? തിഥേ. ടെക്സ്റ്റിലുണ്ട് തിഥേ എന്നാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ? എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം പ്രിവിലേജ്ഡ് ആയിരുന്നു അവര്. ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അത് നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ഇറങ്ങി ഒരു പണിയെടുപ്പൊന്നുമില്ല, ഞങ്ങൾ നിയന്ത്രിച്ചോളാം, നിങ്ങൾ കാര്യം ചെയ്തോളൂ എന്നുള്ള ഒരു രീതി. 1ാമത്തെ എസ്റ്റേറ്റുകാരെ കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇനി നമുക്ക് 2ാമത്തെ എസ്റ്റേറ്റുകാരായിട്ടുള്ള പ്രഭുക്കന്മാരെ കുറിച്ച് നോക്കാം. എന്താണ് പ്രഭുക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്? സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. പക്ഷെ മുന്നത്തെ പോലെ പേരൊന്നും എടുത്തു പറയുന്നില്ല, നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഭയങ്കരമായിട്ട് മിടുക്കന്മാരായിരുന്നു കേട്ടോ. പാവങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. 2ാമത്തെ എസ്റ്റേറ്റിലുള്ളവരുടെ കാര്യവും മനസ്സിലായല്ലോ. ഇനിയാണ് പാവപ്പെട്ടവരുടെ കാര്യം പറയാൻ പോകുന്നത്. നോക്കി, ഭരണത്തിൽ ഒരു അവകാശവും ഇല്ല. സ്വാഭാവികം. ഇവർ 2 എസ്റ്റേറ്റുകാരുണ്ടല്ലോ. അപ്പൊ പാവപ്പെട്ടവരായിട്ടുള്ള 3ാം എസ്റ്റേറ്റുകാർക്ക് വലിയ വോയിസ് ഒന്നും ഇല്ല. പറയുന്നത് കേട്ട് ജീവിച്ചോ എന്നുള്ളൊരു രീതി. തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. എന്താണ് ഇത്? എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് കേട്ടോ. എന്താണ് തൈലെ എന്ന പേരുള്ള? ആദ്യമേ പുരോഹിതന്മാർക്ക് കർഷകർ കൊടുക്കേണ്ട എന്തായിരുന്നു? തിഥേ. ഇതെന്താണ്? തൈലെ. തിരിഞ്ഞു പോകരുത്. തിഥേയും തൈലയും. അടുത്ത എന്താണ്? താഴ്ന്ന സാമൂഹിക പദവി. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. നികുതി നൽകുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അമേരിക്ക പഠിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നല്ലേ? നികുതി നികുതി നികുതി. ഇത് തന്നെയാണ് ഇവിടെ. നികുതി ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് കൊടുക്കണം. രാജവംശത്തിനാണെങ്കിലും രാജാക്കന്മാർക്കാണെങ്കിലും അത് കൊടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 എസ്റ്റേറ്റുകളുടെയും കാര്യം മനസ്സിലായല്ലോ. ഓർത്തിരിക്കുക. നികുതികൾ പറഞ്ഞത്
മറക്കരുത്, ടെക്സ്റ്റിലുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കഥയിൽ നിന്ന് മാറി 2-3 പേരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം വ്യൂ പോയിന്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരെ കുറിച്ച് സംസാരിക്കാം. ആരൊക്കെയാണത്? വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. ഇവർ 3 പേരുടെയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രാൻസ് എടുത്ത് നോക്കുമ്പോൾ ഇത് പഠിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇവര് ഫ്രാൻസിൽ നടക്കുന്ന ഈ അനീതിക്കെതിരെ പലതരത്തില് അവിടുത്തെ ആൾക്കാർക്ക് പ്രചോദനമാകുന്നുണ്ട്. നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ പറയത്തില്ലേ, ഓരോ ലീഡേഴ്സ്, റിനൈസൻസ് ലീഡേഴ്സ്, നവോത്ഥാനത്തിന്റെ ഒക്കെ, ഇപ്പൊ രാജാറാം മോഹൻ റോയ്, ആ ഒരു തുടക്കക്കാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ അന്ന് ഫ്രാൻസിൽ വളരെയധികം ശബ്ദമുയർത്തിയ ആൾക്കാരാണ് ഇവർ 3 പേര്. നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ വോൾട്ടയർ. വോൾട്ടയറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ, അദ്ദേഹം കുറച്ച് വാല്യൂസ് ഒക്കെ ഉള്ള, എന്ന് വെച്ചാൽ മനുഷ്യത്വം, സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. അദ്ദേഹം ആദ്യം തന്നെ ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരെ പരിഹസിച്ചു. സ്വാഭാവികമാണല്ലോ, ഒന്നും ചെയ്യാതിരിക്കുന്നവരെ പരിഹസിച്ചു. എന്നിട്ട് എന്താണ്, യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഈ 3 പേരില് നമ്മള് വോൾട്ടയറിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള എന്താ പറയുക, വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. യുക്തിചിന്ത വേണം, നമുക്ക് സമത്വം വേണം, മനുഷ്യന്മാർ തമ്മിൽ സ്നേഹം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വോൾട്ടയർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റൂസോയെ കുറിച്ച് പറയാം. എന്താണ് റൂസോ പറയുന്നത്? ഫസ്റ്റ് ഫേസ് ഡിഗ്രി എക്സാം എഴുതിയവർക്കൊക്കെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പറയുന്നത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രിക്ക് ചോദിച്ചെങ്കിൽ LDCക്കും ചോദിക്കും, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റൂസോ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. റൂസോ എന്താ പറഞ്ഞേക്കുന്നത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ഡിഗ്രിയുടെ എക്സാമിന് ഉണ്ടായിരുന്നു. ഓപ്ഷൻസിൽ തന്നെ റൂസോ ആയിരുന്നു. അപ്പം ശരിയാക്കിയിട്ടുണ്ടാവാം. ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിനി അറിയാത്തവരാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു നോക്കിയോളൂ. ചോദിച്ചിട്ടുണ്ട് ഈ എക്സാമിന് 2023 ഡിഗ്രി തലത്തില് ചോദിച്ചിട്ടുള്ളതാണ്. റൂസോ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്, സോഷ്യൽ കോൺട്രാക്ട്. എന്താണ് സോഷ്യൽ കോൺട്രാക്ട്? എന്താണ് അദ്ദേഹം സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്നത്? ഭരിക്കുന്നവരും ഭരണപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് എന്ത്, ഭരണകൂടം. ഇങ്ങനെ ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം എവിടെയാണ് പറയുന്നത്? സോഷ്യൽ കോൺട്രാക്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പം റൂസോയെ കുറിച്ച് ഈ ഒരു കാര്യം കൂടി ആലോചിക്കുക. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മറക്കരുത്. മൂന്നാമത്തെ ആരാണ്? മോണ്ടെസ്ക്യൂ. ആരാണ്? മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ എന്താ പറഞ്ഞത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഭരണകൂടത്തിനെ പറ്റിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് മോണ്ടെസ്ക്യൂ പറഞ്ഞത്. പിന്നെന്താണ്? ഗവൺമെന്റിനെയും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പം 3 പേരും പറഞ്ഞത് 3 കാര്യങ്ങളാണെങ്കിലും ഇത് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും വളരെയധികം നല്ലതാണ് നമ്മുടെ ആ ഒരു സമൂഹത്തിന്, അല്ലെ ആ ഒരു സമൂഹത്തിന് വേണ്ടി വോയിസ് ഉയർത്തിയ 3 പേരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൂസോന്റെ കാര്യം ഞാൻ പറഞ്ഞു, PYQ ആണ്. പിന്നെ വോൾട്ടയറും മോണ്ടെസ്ക്യൂവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എന്താണ് കഥ? ആദ്യമേ കഥ പറയാം, പിന്നെ നമുക്ക് സ്ലൈഡ് നോക്കാം. എന്താണ്? 1789 വർഷം ഓർമ്മയുണ്ടല്ലോ. 1789 ജൂൺ 20 നടന്നതാണ്. ഡേറ്റും മറക്കരുത്, ജൂൺ 20. അന്ന് നടന്ന കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്താ നടന്നത്? ഭയങ്കരമായിട്ട് ഫ്രാൻസിൽ എന്താണ് സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ 1614 ലാസ്റ്റിലായിട്ട് സ്റ്റേറ്റ് ജനറൽ അവര് വിളിച്ചു കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിന് ശേഷം രാജാവിനെ കൊണ്ട് നടക്കുകയില്ല, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, എന്താ നമ്മൾ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നു. ആ സ്റ്റേറ്റ് ജനറലില് ഇതേപോലെ നമ്മുടെ ആ ഫ്രഞ്ചിന്റെ സമൂഹം പറഞ്ഞ പോലെ 3 എസ്റ്റേറ്റുകൾ ഉണ്ട്. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ്, 3ാമത്തെ എസ്റ്റേറ്റിലായിരിക്കും ആൾക്കാർ കൂടുക. അപ്പൊ എന്താ പറഞ്ഞേ, രാജാവ് വന്നിട്ട് എന്തോ നല്ല കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറഞ്ഞേ. പുള്ളിക്കാരൻ പറയുന്നത് എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയൊരു നികുതി ഏർപ്പാടാക്കാം. അപ്പൊ അങ്ങനെ നികുതി കൊണ്ടുവരട്ടെ. അപ്പൊ ആ നികുതി വരുന്ന വഴിക്ക് നമുക്ക് സാമ്പത്തിക മാന്ദ്യമൊക്കെ ഇല്ലാതാക്കാം എന്നുള്ളതാ. 3ാമത്തെ എസ്റ്റേറ്റുകാർ സമ്മതിക്കുമോ? ഇല്ല. അവര് അതിനെതിരെ ശബ്ദം ഉയർത്തി. അപ്പോൾ ഉടനെ രാജാവ് പറഞ്ഞു, അപ്പം എന്തായാലും വോട്ടിങ്ങിന് ഇടാം എന്നുള്ളൊരു തീരുമാനമായി. വോട്ടിങ്ങിന് ഇടുമ്പോൾ എന്തായാലും നടക്കും. അപ്പം 3ാമത്തെ എസ്റ്റേറ്റുകാരാണ് കൂടുതൽ, അവര് സമ്മതിക്കത്തില്ല എന്നുള്ളത് ഇവർക്കറിയാം. അപ്പൊ ഇവരുടനെ പറയാണ്, 3 എസ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, അതില് 3 എസ്റ്റേറ്റുകൾക്കും ഓരോ വോട്ട് മതി. എന്ന് വെച്ചാൽ വരുന്ന പ്രതിനിധികളെ അല്ല,
അങ്ങനെയാണെങ്കിൽ ഇവർ തോറ്റു എന്ന് ഇവർക്കറിയാം. എന്താണ്, ഇപ്പൊ 3 വോട്ട്, ഒന്നാമത്തെ എസ്റ്റേറ്റിന് 1 വോട്ട്, രണ്ടാമത്തേന് 1 വോട്ട്, മൂന്നാമത്തേന് 1 വോട്ട്. അപ്പം 3ലെ 2 ഭാഗവും എന്താണ് അവർക്ക് കിട്ടും. അപ്പൊ അതങ്ങ് പാസ്സാക്കിക്കോളാം എന്നുള്ളൊരു ഇതൊക്കെ ആയി. അങ്ങനെ ഇരിക്കെ ഇവരെന്ത്, 3ാം എസ്റ്റേറ്റുകാർ സമ്മതിക്കോ? ഇല്ല. അവരെന്ത് ചെയ്തു? അവർ പ്രതിഷേധിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവരിറങ്ങി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് പോയി. ടെന്നീസ് കോർട്ടിൽ പോയിട്ട് എന്താണ്, അവരെല്ലാവരോട് കൂടിയിട്ട് അവിടെ എന്താ പറഞ്ഞത്? ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി. എന്താണ്? ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി. ഇനി ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ആരും പിരിഞ്ഞു പോകില്ല എന്ന് അവരെന്ത് ചെയ്തു? അവര് പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ എന്താണ് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ടെന്നീസ് കോർട്ട് ഓത്ത്. ഓക്കെ, ഇത്രയാണ് കഥ. മനസ്സിലായോ? സ്റ്റേറ്റ് ജനറൽ കൂടി 3 സ്റ്റേറ്റുകാരുണ്ടായിരുന്നു. അപ്പം അതിലും 3ാമത്തെ ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ വോട്ടെണ്ണലില് ഇവരിങ്ങനെയൊക്കെ ഓരോരോ നയങ്ങളൊക്കെ പറഞ്ഞു. ഇവർ ഇറങ്ങിപ്പോയി ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഇനി ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. മനസ്സിലായല്ലോ? എന്നാണ് ഡേറ്റ്? ജൂൺ 20. ഇനി നമുക്ക് PPT നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. എന്താണ് PPTയില്? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 16 കാലഘട്ടത്തിലാണ്. ജനപ്രതിനിധി സഭയായി സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. 1614 ലാസ്റ്റിൽ വിളിച്ചു ചേർന്നത്. അല്ലെങ്കിൽ അപ്പോഴായിരുന്നു ഏറ്റവും ലാസ്റ്റ് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടോ ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. നോക്കി, നമ്പർ നോക്കി. ആദ്യത്തേൽ 285, രണ്ടാമത്തേൽ 308, മൂന്നാമത്തേൽ 621. അപ്പൊ ഇവ രണ്ടും കൂടെ കൂട്ടിയാൽ പോലും ഈ ഒരു സംഖ്യയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തത് നോക്കി, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും 1ഉം 2ഉം എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്താ അത് കഴിഞ്ഞ് നടന്നത്? വോട്ടിന്റെ പേരിലുള്ള തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ, ആരാണ് 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ? കോമൺസ് പാർലമെന്റിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അവര് ഇറങ്ങിപ്പോയി. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാനോ, അപ്പൊ ഇത്രയും പേര് എന്തിനാ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ അവര് പ്രതിഷേധിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ കുറിച്ചാണ് പറയുന്നത്. എന്താണത്? വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ 1789 ജൂൺ 20, ജൂൺ, ജൂലൈ, ഓഗസ്റ്റില് 3 ഡേറ്റ് പറയുന്നുണ്ട്. ജൂൺ 20 ആലോചിച്ച് വെക്കുക. ജൂൺ 20 തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടോ അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ തങ്ങൾ പിരിയുകയുള്ളെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. കഥ മനസ്സിലായില്ലേ? ഇത്രയും നടന്നാൽ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ സംഭവങ്ങൾ വഷളായി തുടങ്ങി. ഇനി നമുക്ക് 2-3 ഡേറ്റും കുറച്ച് ഫാക്റ്റ് ആണ്, എന്നാൽ കഥ പോലെ നമ്മൾ പഠിച്ചു പോകും. അതും കൂടി നോക്കിപ്പോകാം. അങ്ങനെ ജൂലൈ 14 എത്തി. ജൂൺ 20 കഴിഞ്ഞു, ജൂലൈ 14 എത്തി. എന്താ നടക്കുന്നത്? അവിടെ വളരെയധികം പ്രസിദ്ധമായ ഒരു കോട്ടയുണ്ട്, ബാസ്റ്റിൽ കോട്ട. അപ്പം ഈ കോമൺസ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കുറെ തടവിലാക്കിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവരെ മോചിപ്പിച്ചു. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊക്കെ മാറി. അങ്ങനെ ബാസ്റ്റിൽ കോട്ട ആക്രമണം വളരെയധികം ഫേമസ് ആയി. അതെന്നാ നടന്നത്? ജൂലൈ 14. നിങ്ങൾക്കറിയാലോ, ഫ്രാൻസിന്റെ ദേശീയ ദിനം ജൂലൈ 14. എന്തുകൊണ്ടായിരിക്കും ജൂലൈ 14? അന്നത്തെ അധികാര കേന്ദ്രമായി പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ വേഴ്സായി കൊട്ടാരം പോലെ തന്നെ അധികാരത്തിന് വളരെയധികം പ്രസിദ്ധമായിരുന്ന ബാസ്റ്റിൽ കൊട്ടാരം കോമൺസ് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാര് തകർത്തു. അത് ഫ്രഞ്ച് വിപ്ലവത്തിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇത് ഓർത്തു വെക്കുക. ജൂലൈ 14, 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അന്നാണ് ഫ്രാൻസിന്റെ ദേശീയ ദിനവും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ഡേറ്റിലേക്ക് പോകാം. അങ്ങനെ ജൂണും ജൂലൈയും കഴിഞ്ഞു. അടുത്തതാണ് ഓഗസ്റ്റ് 12. എന്താണ് അന്ന് നടന്നത്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. എന്താണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ജൂണും ജൂലൈയും കഴിഞ്ഞിട്ട് അടുത്തത് ഓഗസ്റ്റ് 12. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്തായിരുന്നു ആ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ളത് നോക്കാം. എന്താണിത്? ഫ്രഞ്ച് ദേശീയ അസംബ്ലി 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഫ്രഞ്ച് ചിന്തകനായ റൂസോ, ഞാൻ മുൻപേ പറഞ്ഞു അല്ലേ, എന്താണ് റൂസോയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞു തന്നു. റൂസോയുടെ ആശയം
ആശയങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ റൂസോ പറഞ്ഞ ഈ കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ പ്രധാന ആശയം? എല്ലാ മനുഷ്യരും തുല്യരാണ്, സ്വതന്ത്രരാണ്. റൂസോയെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആ ഒരു കീ ടൈം ഓർത്തു വെക്കണം കേട്ടോ. അത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജനങ്ങളാണ് പരമാധികാരികൾ, ജനങ്ങളുടെ താല്പര്യത്തിന്റെ പ്രതിഫലനമാണ് നിയമനങ്ങൾ, ജനങ്ങൾ നേരിട്ടോ തങ്ങളുടെ പ്രതിനിധികളുടെയോ ആണ് അതിൽ പങ്കാളികളാകുന്നത്. മനസ്സിലായോ? ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യം എന്നൊരു ടേം കാണുവാണെങ്കിൽ റൂസോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഓഗസ്റ്റ് 12 നടന്നത് നമ്മൾ പഠിച്ചു. ഇനി 2 കാര്യം കൂടിയുണ്ട്, അത് നോക്കാം. അങ്ങനെ ജൂണും ജൂലൈയും ഓഗസ്റ്റും കഴിഞ്ഞു. ഇനി ഒക്ടോബറിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡേറ്റ് ഒന്നും ആലോചിക്കണ്ട. ഞാൻ ആദ്യമേ ആ കഥകൾ പറഞ്ഞപ്പോൾ, ആ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പം മേരി ആ ഒരു രാജ്ഞിയെ കുറിച്ച് പറഞ്ഞിരുന്നു. പുള്ളിക്കാരിയുടെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് ചോദിച്ചത്, അത് ഈ സമയത്താണ്. നോക്കൂ, പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കേക്കൊക്കെ കഴിച്ചൂടെ എന്നുള്ള രീതിയിൽ പരിഹസിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത്. അത് ഈ സമയത്താണെന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പൊ നമ്മൾ 1789 അല്ലെ 1789 കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇനി എന്താണ് പറയാനുള്ളത്? 1792 സെപ്റ്റംബറിൽ എന്താ നടന്നത്? പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇത് കേൾക്കുമ്പോൾ റിപ്പബ്ലിക് ഒക്കെ ആയല്ലേ, സ്വാതന്ത്ര്യമൊക്കെ എല്ലാം ഓക്കെ ആയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതോടെ തീരുകയല്ല. ഇനി 2 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഒരു വ്യക്തിനെ കുറിച്ചും ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു ഇൻസിഡന്റിനെ പറ്റിയും അതും കൂടി പറഞ്ഞാലേ ഫ്രഞ്ച് വിപ്ലവം എന്താണ് തീരുകയുള്ളൂ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ട് പറയാനുള്ളത്. അപ്പോൾ അത് കേട്ടിരിക്കൂ. അപ്പൊ കഥ ഇത്രയും മനസ്സിലായല്ലോ. രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, സ്റ്റേറ്റ് ജനറലിനെ കുറിച്ച് പറഞ്ഞു, പ്രതിജ്ഞയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ 3 ഡേറ്റുകളിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും അവസാനം 1792 എന്താണ് റിപ്പബ്ലിക്കായി മാറിയ കാര്യവും പറഞ്ഞു. ഇനിയുള്ള 2 കാര്യങ്ങൾ നോക്കാം. 1793 അന്നത്തെ ആഭ്യന്തര വകുപ്പ് ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ തലവനായിട്ട് റോബസ്പിയർ എന്നൊരു വ്യക്തിയെ ഏർപ്പെടുത്തി. ഈ റോബസ്പിയർ എന്താ ചെയ്യുന്നതെന്നറിയോ? ചുറ്റുമുള്ളവരെല്ലാം സംശയമാണ്, പുള്ളിക്കാരൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അത് രാജാവിൻ്റെ ആളായിരിക്കും, അല്ല ഇന്ന ആളുടെ ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ കൊല്ലാൻ തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യന്ത്രമാണെന്ത്? ഗില്ലറ്റിൻ. ഓർമ്മ വരുന്നില്ല? നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗില്ലറ്റിൻ? ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് എല്ലാവരെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ഫ്രാൻസിലെ ആൾക്കാർക്കൊക്കെ പേടിയായി. ഈ കൊല്ലുന്നതിൽ ആരാണ്? ലൂയി 16 ഭാര്യ മേരി ഉണ്ട് കേട്ടോ. ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെയാണ് അവരെയും കൊല്ലുന്നത്. പക്ഷെ കുറെ നിരപരാധികളെ കൊല്ലുകയാണ്. ഫുൾ ഓഫ് സംശയം. എന്താണ് ഈ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഫ്രാൻസിലെ ആൾക്കാർ പൊറുതിമുട്ടി. ഏറ്റവും അവസാനം എന്ത് ചെയ്തു? ഫ്രാൻസിലെ ആൾക്കാർ തന്നെ ഇറങ്ങിയിട്ട് ഈ റോബസ്പിയറിനെ പിടികൂടിയിട്ട് ഗില്ലറ്റിന് ഇരയാക്കി. ഇതാണ് റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരവാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് PPT നോക്കിയിട്ട് പഠിക്കാം. എന്താണ് PPT പറയുന്നത്? 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ആരാണ് ലീഡ് ചെയ്തിരുന്നത്? റോബസ്പിയർ. അദ്ദേഹം മാത്രമല്ല, 2 പേരുകളും കൂടി ടെക്സ്റ്റ് പറയുന്നുണ്ട്. നോക്കിയേ, മിറാബോയും ഡാന്റണും. എന്താണ്? മിറാബോയും ഡാന്റണും കൂടി ആ ഒരു കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായി മാറി. അത് കഴിഞ്ഞിട്ടോ, ശത്രുക്കൾ എന്ന് തോന്നിയവരെ എല്ലാം വധിക്കാൻ ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. നോക്കി കണ്ട, ഗില്ലറ്റിൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള പടമാണ് കേട്ടോ. അപ്പോൾ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് കൊന്നിരുന്നത്, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടിരുന്നത് ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ്. ഈ സമയത്ത് നിരപരാധികളടക്കം നിരവധി പേർ ഫ്രാൻസിൽ കൊല്ലപ്പെട്ടു. ഗില്ലറ്റിൻ ഉപയോഗിച്ച് ലൂയി 16 ഭാര്യ മേരി ആന്റോയിനെറ്റിനെയും കൊലപ്പെടുത്തി. ആലോചിക്കുക, അവരെയും കൊലപ്പെടുത്തി. ഇത് കഴിഞ്ഞിട്ടോ, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാണ്, പഠിച്ചു വെച്ചോളൂ. ആരാണ്? ആന്റോണിയോ ലവോസിയർ. ഈ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറിയ 1793 മുതൽ 94 വരെ ഒരു വർഷത്തെ ഒരു സമയമുണ്ട് കേട്ടോ. ഈ സമയത്തെയാണ് എന്താണ് ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നത്. പൊതുജനങ്ങൾ റോബസ്പിയർക്കെതിരെ തെരുവിലിറങ്ങി. അവർ റോബസ്പിയറിനെ പിടികൂടി ഗില്ലറ്റിന് ഇരയാക്കി. അപ്പോൾ കഥ മനസ്സിലായല്ലോ. 1793, 94
കാലഘട്ടം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു വ്യക്തി ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാതെ പറ്റില്ല. അപ്പോൾ അതും കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം. ആരാണ് അദ്ദേഹം? ഫ്രാൻസിന്റെ കാര്യം പറയുമ്പോൾ ഇത് പറയാതെ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുല്ലോ. ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. പഠിക്കണ്ടേ? അറിയണ്ടേ അദ്ദേഹത്തെ കുറിച്ച്? ആദ്യമേ ഞാൻ കുറച്ച് ഫാക്ട്സ് പറയാം, പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതും അദ്ദേഹത്തിന് എന്തെങ്കിലും വിളിപ്പേരുകളുണ്ടോ, ഇതൊക്കെ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അറിഞ്ഞിരിക്കുക തന്നെ വേണം. നമുക്ക് നോക്കാം എന്താണ് ആദ്യമേ പറയാനുള്ളത്. 1769 ഓഗസ്റ്റ് 15 സെന്റ് കോഴ്സിക്ക ദ്വീപ്. ഈ ദ്വീപിന്റെ പേരുകൾ മറക്കരുത്. അദ്ദേഹം മരിക്കുന്നത് ഒരു ദ്വീപിലാണ്. അപ്പൊ ജനിച്ചത് എവിടെയാണ്? സെന്റ് കോഴ്സിക്ക ദ്വീപിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത്. രണ്ടാമത്തെ എന്താണ്? 1799 ഇദ്ദേഹം ഫ്രാൻസിന്റെ ഭരണം പിടിച്ചെടുത്തു. എന്നാണ് 1799. അത് കഴിഞ്ഞിട്ടോ 1804 ഇദ്ദേഹം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചു. ആരും പിടിച്ചൊന്നും ഇരുത്തണ്ട, അല്ലെങ്കിൽ ആരും എനിക്കൊന്നും പറഞ്ഞൊന്നും തരണ്ട. പുള്ളിക്കാരൻ അങ്ങ് കയറി ഇരുന്നിട്ട് ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്ര യുദ്ധമൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം 1804 സ്വയം പ്രഖ്യാപിത രാജാവായി മാറി. അപ്പം ജനിച്ചതും എവിടെയാണെന്നുള്ളതും ആലോചിക്കുക. ദ്വീപിന്റെ കാര്യം മറക്കരുത്. മരിക്കുന്നത് ഒരു ദ്വീപിലാണ്. ആ ദ്വീപ് പറയുമ്പോൾ ഇത് രണ്ടോടെ കൺഫ്യൂഷൻ ആവരുത്. ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി ബാക്കി നോക്കിയാലോ. നെപ്പോളിയന്റെ ഭരണ സമയത്ത് വളരെയധികം കുറെ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. എന്താണ്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. നല്ല കാര്യം. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. എന്താണ് സിങ്കിങ് ഫണ്ട്? ഒരു റിസർവ് ഫണ്ട് പോലെയാണ് കേട്ടോ. പൈസ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, കടം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഒരു സിങ്കിങ് ഫണ്ട്. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പിന്നെയോ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ്, എന്താണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ ഫ്രാൻസിന് വേണ്ടി നെപ്പോളിയന്റെ ഭരണ സമയത്ത് നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, കാണാതൊന്നും പഠിക്കേണ്ട. ഡേറ്റുകൾ മാത്രം ഫ്രാൻസിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും പഠിക്കുക. പിന്നെ ഞാൻ റൂസോയുടെ കാര്യമൊക്കെ പറഞ്ഞത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ബാലൻസ് നോക്കിയാലോ, എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ 1804 സ്വയം പ്രഖ്യാപിത രാജാവൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ 1815 വാട്ടർലൂ എന്നൊരു യുദ്ധത്തിൽ പങ്കെടുത്തു. എന്താണ് വാട്ടർലൂ? എന്തുകൊണ്ടായിരിക്കും വാട്ടർലൂ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ കൂടുതലും, അല്ലെ നെപ്പോളിയൻ കൂടുതലും എന്താ പറയുക, ജയിച്ച ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. തോറ്റതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. എന്താണ് നോക്കാം. എവിടെയാണ് ആദ്യമേ വാട്ടർലൂ? ബെൽജിയത്തിലാണ് കേട്ടോ. വാട്ടർലൂ എവിടെയാണ്? ബെൽജിയത്തില്. നോക്കൂ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യവും തമ്മിൽ നടത്തിയ യുദ്ധമാണിത്. ആരൊക്കെ തമ്മിലാ? ബ്രിട്ടനും ഫ്രാൻസും. ഇനി ഈ യുദ്ധത്തിൽ ആർതർ വെല്ലസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ സൈന്യം നെപ്പോളിയനെ പരാജയപ്പെടുത്തി. തോറ്റു. ഇത്രയും നാളും വിജയിച്ചു നിന്നിരുന്ന ആളാണ്, തോറ്റു. അപ്പോഴോ യുദ്ധത്തിന് ശേഷം നെപ്പോളിയനെ സെന്റ് ഹെലേന ദ്വീപ്, ഞാൻ ആദ്യമേ ജനിച്ച കാര്യം പറഞ്ഞു അല്ലേ, സെന്റ് ഹെലേനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നതും. അതുകൊണ്ടാണ് ഇത് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത്. സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാട് കടത്തി. എന്താ നടന്നത്? നാട് കടത്തി. അങ്ങനെ 1821 മെയ് 5, 1821, 1815 തുടങ്ങിയതാണ്. 21 ആയപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. കഥ മനസ്സിലായോ? അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞിട്ട് 1815 ആയപ്പോഴത്തേക്കും വാട്ടർലൂ യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ തോറ്റു. ആർക്ക്? അല്ലെങ്കിൽ ആരുടെതിരെയാണ്? ആർതർ വെല്ലസ്ലിയാണ് തോൽപ്പിച്ചത്. അത് ഓർത്തിരിക്കുക. സെന്റ് ഹെലേന ദ്വീപിലേക്ക് പുള്ളിക്കാരനെ മാറ്റി, അല്ലെങ്കിൽ നെപ്പോളിയനെ മാറ്റി. അങ്ങനെ മാറ്റിയിട്ട് പിന്നെ 1821 അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നു. നെപ്പോളിയന്റെ കഥ മനസ്സിലായോ? ഇനി നെപ്പോളിയന് കുറച്ച് വിളിപ്പേരുണ്ട് അല്ലെ, അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രസ്താവനകളിൽ നിന്നൊക്കെ ഉള്ളതും എന്തൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതും നോക്കാം. എന്താണ്? ഒന്ന്, വിധിയുടെ മനുഷ്യൻ, ദ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. രണ്ടാമത് എന്താണ്? എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാം. എന്താണ് ഇത്? വളരെയധികം
അത്രയും ഫേമസ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. എന്ത്, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാം. ഇനി ഞാനാണ് വിപ്ലവം, ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എന്താണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്, അല്ലെ നെപ്പോളിയൻ ആണ് ഞാനാണ് വിപ്ലവം എന്ന് പറയുന്നത്. ലൂയി 14 ഇങ്ങനൊരു സാധനം പറയുന്നുണ്ട് അല്ലേ, ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ആരാണ്? ലൂയി 14. അടുത്തതോ, നെപ്പോളിയൻ ആണ് ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം ദ മാൻ ഓഫ് ഡെസ്റ്റിനിയും ആധുനിക ഫ്രാൻസിന്റെ ശില്പിയും ആരാണ്? നെപ്പോളിയൻ ആണ്. 2 വാചകങ്ങൾ ഓർക്കുക. ഞാനാണ് വിപ്ലവവും, എനിക്ക് അമ്മമാരെ തരൂ, ഞാൻ നല്ലൊരു രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞതും ആരാണ്? നെപ്പോളിയൻ. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് നോക്കാം. PSCക്ക് റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. എന്താണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഏത് വിപ്ലവമാണ് പ്രചോദനമായത് ഫ്രഞ്ചിന്? അമേരിക്കൻ വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സമ്മാനിച്ചതും ഫ്രഞ്ച് വിപ്ലവമാണ്. നമുക്ക് ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവവും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ 4 കാര്യങ്ങൾ മറക്കരുത്. വിപ്ലവങ്ങളുടെ മാതാവിന്റെ കാര്യവും, പിന്നെ പ്രചോദനമായത് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും. ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടി, ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ട്. മൈസൂരിന്റെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ ഒരു അനുസ്മരണയ്ക്ക് അല്ലെങ്കിൽ ഓർക്കാൻ വേണ്ടി ട്രീ ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചു. അപ്പം ഈ കാര്യം മറക്കരുത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അന്ന് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 2 ക്ലബ്ബുകളുണ്ട്, ജക്കോബിനും ജെറോണ്ടിസ്റ്റും. അതിൽ ജക്കോബിൻ ക്ലബിന്റെ അംഗത്വം ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഫ്രാൻസിന് അതൊരു തുണയായി, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പം ഈ കാര്യം കൂടി ഓർത്തു വെക്കുക. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഇന്ന് പഠിച്ചതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് 5-ൽ ഒരാൾക്ക് സർക്കാർ സർവീസ് ഉറപ്പിക്കാൻ KS മെന്ററിന് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കണം, ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.